അമ്മ എന്തിനോ ഒരു ജോലി എന്നൊക്കെ പോയി നോക്കാം. എന്തിനമ്മ ചെയ്യുന്നത്? ഗ്യാസ് ഒന്നും ബുക്കാവുന്നില്ല, അതുകൊണ്ട് അമ്മ അടുപ്പിലാണ്. അതൊക്കെ അറിയാല്ലേ. അതാണ് ഗ്യാസ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യും? അപ്പം അത് മുമ്പേ കണ്ട് ഞാനിപ്പോഴേ അടുപ്പിൽ വെക്കാൻ തുടങ്ങി. അല്ലെങ്കിലും ഞാൻ വെക്കാറുണ്ട് കേട്ടോ. ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെയാണ് സാധാരണ വയ്ക്കുന്നത്. എല്ലാ ദിവസവും സമയം കിട്ടാറില്ല. പക്ഷേ ഇപ്പം 2-3 ദിവസമായിട്ട് ചോറ്, വെള്ളം, ഇതെല്ലാ സാധനങ്ങളും അടുപ്പിൽ തന്നെയാണ് വയ്ക്കുന്നത്. ഗ്യാസ് ഉണ്ട്, പക്ഷേ ചായ ഇടാനൊക്കെ ഗ്യാസ് ഉപയോഗിക്കുള്ളൂ. പക്ഷേ ഗ്യാസ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭയങ്കര കണ്ണു നീട്ടല്ലേ. ഗൾഫിലൊക്കെ അവിടെ ആർക്കും ഗൾഫിലൊന്നും ഇപ്പം ഒന്നും കിട്ടില്ല. പിന്നെ ഇപ്പുറത്തമ്മേ കുറച്ച് വിറകൊക്കെ കിടന്നതിനൊക്കെ ശേഖരിച്ച് വെച്ച് അമ്മ എല്ലായിടത്തു നിന്നും വിറക് പോയി എവിടെ കണ്ടാലും അമ്മ വിറകെടുക്കും. അമ്മ വിറക് ഇപ്പൊ റേഷൻ അരിയായത് കാരണേ വേഗം വേവും അതിനകത്ത് കിടന്നു. അങ്ങനെ അതവിടെ 2 ദിവസം നമ്മുടെ അപ്പുറത്തെ വസ്തുവിൽ പണിക്കാർ നിന്നു. അപ്പോൾ അവർക്ക് കുടിക്കാനൊക്കെ കണ്ടതോ വലിയ കലത്തിൽ തുറന്നു കൊടുക്കും. വലിയ കലത്തിൽ വെള്ളമൊക്കെ പുറത്തിട്ട് വെച്ച് അങ്ങനെ ചോറ്. എന്താണെന്നറിയോ? ഇന്ന് ചോറല്ല, ഇന്നെന്താണെന്നറിയോ? കഞ്ഞിയും കപ്പയ്ക്ക എരിശു. ഞാൻ നേരത്തെ നോക്കിയപ്പോൾ അമ്മയാണെങ്കിൽ ഇതേ നമ്മുടെ ആ മരത്തിൽ നിന്ന് പറിക്കുന്ന കാണിച്ചു തരാം. ഇതേ അമ്മ കപ്പയ്ക്ക മരം കാണാൻ പറ്റുന്ന കപ്പയ്ക്ക മരത്തിൽ നിന്ന് നിറച്ച് കപ്പയ്ക്കുണ്ട്. കാണിച്ചു കേട്ടോ. അതുകൊണ്ട് ഇതൊക്കെ കപ്പയ്ക്കാണ്. കപ്പയ്ക്ക അമ്മ നേരത്തെ പറിക്കുന്നെങ്കിൽ കണ്ട് അപ്പോഴേ തോന്നി ഇന്ന് കഞ്ഞി തന്നെയെന്ന് ഉറപ്പിച്ച് ഞാൻ. മിക്കവാറും എല്ലാവരും ഇപ്പം അടുപ്പൊക്കെ പുറത്തെടുത്ത് കത്തിക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു അല്ലേ? അകത്ത് നമ്മുടെ വീട്ടില് അകത്ത് അടുപ്പുണ്ട്, പക്ഷെ അതിനകത്ത് ഈ വലിയ വിറകൊന്നും വെക്കാൻ പറ്റില്ല, സ്ഥലമില്ല. അപ്പം ഇതാകുമ്പോൾ കണ്ടോ നമ്മുടെ വിശാലമായിട്ടൊരു അടുപ്പുണ്ടാക്കി. ഇവിടെ തണലൊക്കെ ഉണ്ട് കേട്ടോ, ജാമ്പയ്ക്ക മരത്തിൻ്റെ അവിടെ. പക്ഷെ തീ കത്തിക്കുന്ന അങ്ങോട്ട് വെയില്, നമുക്കിവിടെ നിൽക്കാനൊക്കെ തണലുണ്ട്. കണ്ടോ? ബുക്ക് ചെയ്യാൻ ഇതുവരെയും പറ്റിയില്ല. ബുക്ക് ചെയ്താലും എന്താ അവസ്ഥയെന്ന് അറിയില്ല. ഇവിടെ ആണെങ്കിൽ രാവിലെയൊക്കെ ചോറൊക്കെ കെട്ടാനും എല്ലാത്തിനും ഗ്യാസ് ഇല്ലാതെ പറ്റില്ല. അപ്പം അത് കാരണം ഞാൻ പറ്റുന്നതല്ല. വെളുപ്പിന് 5 മണിക്ക് എണീറ്റ് കോഴിക്ക് തീറ്റയൊക്കെ പുറത്ത് അടുപ്പിലാണെന്ന് വെച്ച് കോഴിക്ക് തീറ്റ എല്ലാം വെച്ച് രാവിലെ 5 മണിക്ക് എണീറ്റ് കോഴിക്ക് തീറ്റയൊക്കെ അടുപ്പിൽ വെച്ച്. എപ്പോ അമ്മ അടുപ്പില നേരത്തെ എണീറ്റ് അടുപ്പിലൊക്കെ വെച്ചാ? പുറത്തൊക്കെ പൊങ്കാലയിടും കണക്കാണ് അമ്മ ഇരുന്ന് അടുപ്പിൽ തീ ഇടുന്നത്. തിന്നിക്ക് കൊടുക്കും. ഇവിടെ വയ്ക്കാട്ടാ വച്ച് മതി മക്കളെ. റേഷൻ അരിയായത് കാരണേ അതങ്ങ് തിളച്ച് വെന്തോളും, കുഴപ്പമില്ല. കാടി വീണ് കണ്ട കരിക്ക് വീഴുന്നത്. അപ്പോൾ ഓക്കെ. അപ്പൊ എല്ലാവർക്കും ടാറ്റാ. എല്ലാവരും ലൈക്കും കമന്റും ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.